തിരുവനന്തപുരം തമ്പാനൂരിൽ രണ്ടുപേരെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേയാട് സ്വദേശികളായ കുമാരനും ആശയുമാണ് മരിച്ചത്. ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാരൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആശയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ ഇന്നലെ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, എപ്പോഴാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്? എപ്പോഴാണ് ഈ കൊലപാതകവും മരണവും സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ലക്ഷ്മി, ഈ മരണവിവരം ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം അറിയുന്നത്. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ലോഡ്ജിലാണ് യുവതിയെയും യുവാവിനെയും ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കാണുന്നത്. ഈ 10-ാം തീയതിയാണ് ഈ കുമാരൻ ഈ വീട്ടിൽ ഈ ലോഡ്ജിൽ റൂം എടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ ഈ യുവതി, അതായത് ആശ, ഇന്നലെയാണ് ഈ ലോഡ്ജിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെയാണ് ഈ റൂമിലെ ഈ ലോഡ്ജ് ഉടമകൾക്ക് ചില സംശയം തോന്നുകയും അവർ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് വന്ന് ഈ വാതിൽ തള്ളി തുറക്കുന്ന ഘട്ടത്തിലാണ് മുറിക്കുള്ളിൽ രക്തം വാർന്ന നിലയിൽ ആശയെ കാണുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്തായി കുമാരൻ കൈഞ്ഞരമ്പ് മുറിച്ചും ഒപ്പം തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. അങ്ങനെയാണ് ഈ മരണവിവരം അറിയുന്നത്. രണ്ടുപേരും പേയാട് സ്വദേശികളാണ്, ഈ പരിചയക്കാരാണെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു കൂടുതൽ പരിശോധന ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പ്രാഥമികമായി പോലീസ് പറയുന്നത് ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിലാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമുള്ളത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണത്തിന് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ഇവിടെയുണ്ട്. രണ്ടുപേരുടെയും, ആശയുടെയും കുമാരന്റെയും ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായും പോലീസ് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ഈ സ്ഥലത്ത് ഇവർ എത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ളൊരു പരിശോധന പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. എന്താണ് ഈ ഇങ്ങനെ മരണത്തിലേക്ക് നയിച്ചത്, അത് കൊലപാതകമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. അതേസമയത്ത് തന്നെ ആശയെ കാണാനില്ലെന്ന് കാട്ടി ഇന്നലെ അവരുടെ ഭർത്താവ് പരാതി നൽകിയിരുന്നു, വിളപ്പിശാല പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ ഇവരെ മരിച്ച നിലയിൽ കാണുന്നത്. ഇത് തമ്പാനൂർ തൊട്ട് KSRTC സ്റ്റാൻഡിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ലോഡ്ജാണ്. ഇതിൻ്റെ 2ാമത്തെ നിലയിലായിട്ടാണ് കുമാരൻ മുറിയെടുത്തിരുന്നത്. 10-ാം തീയതി തൊട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. ഇന്നലെയാണ് ആശ ഇവിടേക്ക് വന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയായിരിക്കാം ഈ സംഭവമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഈ ലോഡ്ജിലുള്ള ആളുകളുടെ, ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരാണ് തമ്പാനൂർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് നോക്കുമ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തള്ളി തുറന്ന് നോക്കുമ്പോഴാണ് മുറിക്കകത്ത് രക്തം വാർന്ന നിലയിലായി ആശയെ കാണുന്നത്. തൊട്ടടുത്ത് കുമാരന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലും കണ്ടു. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളത്. ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി പരിശോധന തുടരുകയാണ്. ലക്ഷ്മി. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.